എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചാ വിഷയമായി എടുക്കുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ്. ഇന്നൊരുമാതിരി എല്ലാ കക്ഷികളും ഏർപ്പെട്ടിരിക്കുന്നത് ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ പല കടക്കാരും പരസ്യം ചെയ്യാറുണ്ട് കടകാലിയാക്കൽ സമരം. തങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെ തങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കൾ നാട്ടുകാർക്ക് വളരെ കൺസെഷൻ റേറ്റിൽ വിൽക്കാൻ റെഡിയായിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ പ്രത്യേകിച്ചും കോൺഗ്രസിലും CPM-ലും ഇത്തരമൊരു കട കാലിയാക്കൽ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ ഇവർ ആദ്യം വിൽക്കാൻ ശ്രമിച്ചത് അല്ലെ ഒഴിവാക്കാൻ ശ്രമിച്ചത് ശ്രീ ശശി തരൂരിനെയാണ്. തരൂർ പറഞ്ഞൊരു വാചകത്തിൻ്റെ പേരിൽ, അതായത് പി രാജീവ് അല്ലെ ഇടതുപക്ഷ മുന്നണിയുടെ വികസന നയത്തെ ചെറുതായൊന്ന് സ്വാഗതം ചെയ്തതിൻ്റെ പേരിൽ അംഗൻവാടിയിലെ KSU പ്രവർത്തകർ മുതലുള്ള വർക്കിംഗ് കമ്മിറ്റിയിലെയും മുൻകാല പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവർ തരൂരിനെതിരെ വെല്ലുവിളിയുമായിട്ടിറങ്ങി. അപ്പോൾ ഇവരോടൊരു ചൊറ്റ ചോദ്യമുള്ളൂ. വികസന നയത്തെക്കുറിച്ച്, ഇടതുപക്ഷ മുന്നണിയുടെ വികസന നയത്തെക്കുറിച്ച്, പി രാജീവിൻ്റെ വികസന നയത്തെക്കുറിച്ച് തരൂർ പറഞ്ഞത് തെറ്റാണെങ്കിൽ എപ്പോഴെങ്കിലും KPCCയുടെ ഏതെങ്കിലും വേദികളിൽ ഈ മാന്യന്മാരുണ്ട്, MO ഹസനുണ്ട്, ശിവകുമാറുണ്ട്, മുരളീധരനുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ വേദികളിൽ ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങളെക്കുറിച്ചൊരു ചർച്ചയോ സംവാദമോ നടന്നിട്ടുണ്ടോ? ഇത്തരം ഒരു സംവാദം നടക്കാതെ എങ്ങനെയാണ് തരൂരിനെ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്നത്? ഇവിടെ ആകെ നടക്കുന്ന സംവാദം പന്നി കുത്തിക്കൊന്നു, ആട് കുത്തിക്കൊന്നു, പശു കുത്തിക്കൊന്നു, ആന കുത്തിക്കൊന്നു. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞൊരു 6 മാസമായിട്ട് അതാണ്. പിണറായി വിജയൻ വളരെ സേഫാണ്. പിണറായി വിജയനെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയവും ഇവിടെ ഉന്നയിക്കപ്പെടുന്നില്ല. ആ സമയത്താണ് ഒരു മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന കാതലായ വ്യവസായ നയത്തെക്കുറിച്ച് തരൂർ അഭിപ്രായം പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളിൽ പാഴ്ചകളുണ്ടാകും. പക്ഷേ അത് കോൺഗ്രസിൻ്റെ വേദികളിൽ എവിടെയെങ്കിലും ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ചെയ്യപ്പെടാത്തിടത്തോളം കാലം ഇടതുപക്ഷ മുന്നണിയുടെ നയങ്ങളെ വിമർശിക്കാനുള്ള ഒരു ചർച്ചാവേദി ഉണ്ടാക്കാത്തിടത്തോളം കാലം തരൂരല്ല ആര് പറഞ്ഞാലും അതിനെ എതിർക്കാൻ ഇവർക്ക് എന്താ അവകാശം? ഒരു ചർച്ചയും സമ്മതിക്കാതെ ഒരു അധ്യക്ഷ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം മാത്രമായി KPCCയുടെ പരിപാടികൾ അവസാനിപ്പിക്കുന്ന നേതാക്കന്മാർ ഓർക്കുക. ഇതേ അവസ്ഥയാണ് കോൺഗ്രസിനെ തകർത്ത് കളയുന്നത്. നിങ്ങൾക്ക് എന്തിനാ ഭയം? വ്യവസായ നയത്തെക്കുറിച്ച് തരൂർ പറഞ്ഞ അഭിപ്രായത്തെ നിങ്ങൾ ചർച്ച ചെയ്യുക, പരസ്യമായ സംവാദത്തിൽ പങ്കെടുക്കുക, നിങ്ങളും പങ്കെടുക്കുക. തീർച്ചയായും ഇടതുപക്ഷ മുന്നണിയുടെ പല കാഴ്ചപ്പാടുകളും തെറ്റാണ്, ഒത്തിരി തെറ്റാണ്. എങ്ങനെയാണ് ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ UGC വിയോഗത്തെ എതിർക്കുന്ന നിങ്ങൾ? UGCക്കെതിരായി, പുതിയ നിയമത്തിനെതിരായി ഇടതുപക്ഷ മുന്നണി നടത്തുന്ന സമരപരിപാടികളിൽ കോൺഗ്രസും സഹകരിക്കുകയാണ്. എന്തവകാശം ഇടതുപക്ഷ മുന്നണിക്ക് നടത്താൻ? ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ അട്ടിമറിച്ചതല്ലേ? ആരായിരുന്നു പ്രീ ഡിഗ്രി ബോർഡിനെ തകർത്തുകൊണ്ട് +2 കൊണ്ടുവന്നത്? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി? അതേപോലെ തന്നെ UGC ഓരോ രംഗത്തും കോളേജുകളിലെ സിൻഡിക്കേറ്റിലേക്ക് നിയമിക്കുന്നതിൽ, അധ്യാപകരെ നിയമിക്കുന്നതിൽ എല്ലാ മാനദണ്ഡങ്ങളും മറന്നു ചെയ്യുന്ന ഇടതുപക്ഷ മുന്നണിയുമായി നിങ്ങൾക്ക് സഹകരിക്കാമെങ്കിൽ തരൂരിൻ്റെ ഒരു അഭിപ്രായ പ്രകടനത്തെ നിങ്ങൾക്ക് എങ്ങനെ പുച്ഛിക്കാൻ പറ്റും, എങ്ങനെ അവഗണിക്കാൻ പറ്റും? ഇതാണ് കോൺഗ്രസ് പ്രവർത്തകർ ആലോചിക്കേണ്ടത്. ഈ നേതാക്കന്മാർക്ക് ഇവരുടെ താല്പര്യങ്ങൾ മാത്രം, ഇവരുടെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ പിണക്കരുത് നിർബന്ധമുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ പറയാൻ പറ്റും, ഒത്തിരി സംഭവങ്ങൾ പറയാൻ പറ്റും. BD സതീശൻ പോലും ഇത്തരം മണ്ടത്തരങ്ങളിലേക്ക് ചാടി വീഴുകയാണ്. കാരണം BD സതീശന് ഇടതുപക്ഷത്തെ എതിർക്കണമെങ്കിൽ 100 മാർഗങ്ങളുണ്ട്, 100 കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നുമല്ല പറയുന്നത്. ആരോഗ്യരംഗത്തെക്കുറിച്ച് പറയാം, ഇല്ലേ? പറയുന്നുണ്ടോ ഇപ്പം? എന്തേ പറയാത്ത? എത്രയോ കാര്യങ്ങൾ ആകെ പറയാനുണ്ടായിരുന്നത് പന്നി കുത്താൻ വന്ന കാര്യവും, ആന കുത്താൻ വന്ന കാര്യവും, കടുവ കുത്താൻ വന്ന കാര്യവും, കരടി കുത്താൻ വന്ന കാര്യമാണ്. ഇതിലൊതുക്കി കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ അല്ലെ പ്രതിപക്ഷ പ്രവർത്തനത്തെ ഇത്തരം സംഭവങ്ങളിൽ മാത്രം ഒതുക്കുകയാണ്. അപ്പോൾ മാറി നിന്ന് ചിരിക്കുന്നവരുണ്ട്. പിണറായി വിജയൻ ചിരിക്കും, വീണ ജോർജ് ചിരിക്കും, ശശീന്ദ്രൻ ചിരിക്കും, അങ്ങനെ ഒത്തിരി പേര് ചിരിക്കും. അത് ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് പ്രഗത്ഭന്മാരെന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ എല്ലാ അധികാരങ്ങളും തങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ഇവർ തരൂരിനെ മാത്രമല്ല അവഗണിക്കുന്നത്, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തെ പോലും പുച്ഛിച്ച് തള്ളുകയാണ്. ഇവിടെ ഭാഗ്യവശാൽ കോൺഗ്രസ് ജയിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏക ബലം. എന്താണ്? ഇവർ വരുന്നതിന് മുമ്പ് ആന്റണിയുടെ കാലത്തും കരുണാകരൻ്റെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കാലുവാരിയിട്ടും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. കഥകൾ ഒത്തിരിയുണ്ട്. പഴയ കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി കഥകളുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ വേണമോ
മുൻപോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആലോചിക്കുക. ധൈര്യമുണ്ടോ സതീശന് പരസ്യമായി കോൺഗ്രസിൻ്റെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ട് ഇടതുപക്ഷം കൊണ്ട് എല്ലാ നയങ്ങളും ചർച്ച ചെയ്യുക? നിങ്ങൾക്ക് എങ്ങനെയാണ് UGCയുടെ സമരപരിപാടിയിൽ CPMുമായി നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റിയത്? ആലോചിക്കുക, ജനങ്ങളോട് ഉത്തരം പറ. ഒരു കാരണവശാലും വിദ്യാഭ്യാസ നയത്തെ കൂത്തുപറമ്പിൽ രക്തസാക്ഷികളെ സൃഷ്ടിച്ച ആരാണ്? എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? UDF കൊണ്ടുവന്ന, കോൺഗ്രസ് കൊണ്ടുവന്ന പ്രീഡിഗ്രി ബോർഡ് എന്നുള്ള, അതിന് MV രാഘവൻ മുൻകൈ എടുത്തു. സ്വയാശ്രയ കോളേജുകൾക്ക് വേണ്ടി MV രാഘവൻ മുൻകൈ എടുത്തു എന്ന് പറയുന്ന സമരത്തിലാണ് ഈ രക്തസാക്ഷികളുണ്ടായത്. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴികേടിക്കൊണ്ടുവന്ന കോൺഗ്രസ്സുകാരല്ലേ, കരുണാകരനല്ലേ, MV രാഘവനല്ലേ? എന്നിട്ട് യാതൊരു ലജ്ജയും ഉളുപ്പുമില്ലാതെ ഇന്ന് UGCക്കെതിരായിട്ട് സമ്മേളനം വിളിച്ചപ്പോൾ VD സതീശനെ വിളിച്ചപ്പോൾ സതീശന് എങ്ങനെ പങ്കെടുക്കാൻ പറ്റി? ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് എന്ത് കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത്? നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, എല്ലാ സിൻഡിക്കേറ്റിലും എല്ലാ അധ്യാപക നിയമനത്തിലും ഇവരുടെ ആൾക്കാരെ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. നിങ്ങൾ എതിർക്കാൻ പോകുന്നത് ഇവരുടെ ആൾക്കാരെ പോസ്റ്റ് ചെയ്തോട്ടെ, പക്ഷേ BJPയുടെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്. തെറ്റായ രീതിയിലുള്ള നിയമനമാണെങ്കിൽ BJP ചെയ്താലും CPM ചെയ്താലും ഒരേപോലെ എതിർക്കപ്പെടണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? എത്ര പേരെ അനധികൃതമായിട്ട് നിയമിച്ചു ഓരോ യൂണിവേഴ്സിറ്റിയിലും? എന്തേ നിങ്ങൾ എതിർക്കാത്ത? മറിച്ച് നിങ്ങൾക്കിപ്പോൾ ആവശ്യം എങ്ങനെയെങ്കിലും എന്താണെങ്കിലും ഏത് പരിസ്ഥിതിയിലും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDFന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. UDF അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ആർക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്നുള്ള തർക്കത്തിൽ നിങ്ങൾ എത്തിച്ചില്ലേ? ആവശ്യമില്ലാതെ എത്തിച്ചില്ലേ? UDFൽ ഈ തർക്കത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താ? ആരാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുക? എന്താണ് യോഗ്യത? പറയുന്ന ഓരോരുത്തരും പറയും എന്താണ് യോഗ്യത മുഖ്യമന്ത്രിയാകാൻ? കരുണാകരനും ഉമ്മൻചാണ്ടിയും AK ആന്റണിയും മുഖ്യമന്ത്രിയായപ്പോൾ അതിനെതിരായി സമരം ചെയ്തവർ തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ വരുന്നത്. എന്ത് നയത്തിലാണ് ഇവർക്ക് CPMനോട് നയപരമായ എതിർപ്പ് CPMനോടുള്ളത്? CPM ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഭരണകൂടം എന്നുള്ളത് സ്വീകരിക്കുന്ന പല പരിപാടികൾ ജനദ്രോഹപരമാണ്. ഈ ജനദ്രോഹപരമായ പരിപാടികൾ എടുക്കുമ്പോൾ തന്നെയാണ് നിങ്ങളിവിടെ CPMനെ സഹകരിക്കാൻ പോകുന്നത്. എന്തിനാ? സതീശൻ സഹകരിച്ചാൽ അത് തെറ്റും. തരൂർ ഏതെങ്കിലും വാചകം പറഞ്ഞാൽ നയപരമായ ഒരു പ്രശ്നത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാകുന്നത് എങ്ങനെയാണ്? സതീശന് പറ്റുന്ന തെറ്റെവിടെയാണ്? കോൺഗ്രസിനെ മനസ്സിലാക്കുന്നതിൽ സതീശൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഒത്തിരി പ്രതീക്ഷ സതീശനെ പറ്റി ഉണ്ടായിരുന്നു, പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആൾ. പക്ഷെ അങ്ങനെയാണോ? ഇവിടെ എതിർക്കേണ്ട കാര്യങ്ങളില്ലേ? ധാരാളം കാര്യങ്ങളില്ലേ? ഏതെങ്കിലും ഒരു വകുപ്പിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ഒന്നാലോചിക്കുക. വ്യവസായ വകുപ്പിനെ മാത്രമല്ല, ആരോഗ്യ വകുപ്പിനെ ന്യായീകരിക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസ വകുപ്പിനെ ന്യായീകരിക്കാൻ പറ്റുമോ? ആ വിദ്യാഭ്യാസ വകുപ്പ് വിളിച്ചു കൂട്ടുന്ന പരിപാടിയിലാണ് ആര് പോകുന്നത്? സതീശൻ പോകുന്നത്. അതേസമയം സതീശന് പകരം ഏതെങ്കിലും കാരണവശാൽ തരൂരാണ് പോയിരുന്നതെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടായത്. തരൂർ ചെയ്യുന്നതുകൊണ്ടാണ്, തരൂർ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ്, തരൂരിന് പ്രാധാന്യം കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് ഇവർ ഇത്തരം രാഷ്ട്രീയമായിട്ട് രംഗത്ത് വരുന്നത്. ഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിയും കേന്ദ്ര ഹൈക്കമാൻഡും ഇത്തരം ഒരു നീക്കത്തിലേക്ക് പോയിട്ടില്ല. ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ആരെ കൊണ്ടുവരും? ഓരോരുത്തരും വേണം താരതമ്യപ്പെടുത്താം. ആർക്കാണ് യോഗ്യത? UDF കൺവീനർ എം എം ഹസനോ? ഹസനെ നമ്മൾ കണ്ടതല്ലേ. ഹസനെ പറ്റി മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. KPCC പ്രസിഡൻ്റായിട്ട് സുധാകരൻ്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ കുറച്ച് നാളത്തേക്ക് മാറി നിന്നപ്പോൾ താൽക്കാലിക ചുമതല ഏൽപ്പിച്ച ആരെയാണ്? ഹസനെയാണ് ഏൽപ്പിച്ചത്. ഈ ഹസൻ എന്തേ സുധാകരൻ ആരോഗ്യത്തോടെ തിരിച്ചു വന്ന് പാർട്ടി പരിപാടികൾ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഹസൻ മാറിക്കൊടുത്തോ? എന്തേ മാറിക്കൊടുക്കാത്ത? അധികാരത്തോട് അത്രമാത്രം ആർത്തി പൂണ്ട നിലപാടാണ് അന്ന് ഹസൻ എടുത്തത്. ഹസൻ്റെ ആ നിലപാടുണ്ടാക്കിയ ആശയക്കുഴപ്പം ശശി തരൂർ ഉണ്ടാക്കിയിട്ടില്ല സുഹൃത്തെ. ശശി തരൂർ ഇഷ്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ അധികാരം സ്ഥാനം കസേരയെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചത്. എൻ്റെ കസേര, ആ കസേര മുറുക്ക പിടിച്ചു. പിന്നെ സതീശൻ്റെ കാര്യം പറയാം. കേരളത്തിൽ എത്രയോ ഗ്രൂപ്പുകളുണ്ടായിട്ടുണ്ട്, എത്രയോ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട നേതാക്കളുണ്ടായിട്ടുണ്ട്. ആർ ശങ്കർ ഉണ്ടായിട്ടുണ്ട്, പട്ടംതാനപള്ളി ഉണ്ടായിട്ടുണ്ട്, CM സ്റ്റീഫനുണ്ട്, പനമ്പള്ളി ഗോവിന്ദനുണ്ട്, ഇങ്ങോട്ട് വന്നാൽ പിന്നെ കരുണാകരനുണ്ട്, ആന്റണിയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കരമായ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിൽ പോലും നടന്നിരുന്നവരാണെങ്കിലും പാർട്ടി വേദിയിൽ മൈക്കിന് വേണ്ടി കടികൂടി കൂട്ടാൻ തയ്യാറായ ആദ്യത്തെ നേതാവ് VD സതീശനാണ്. അത് മറക്കരുത്. സതീശനെ സ്വയം മനസ്സിലാക്കണം. സതീശൻ്റെ കഴിവുകൾ മുഴുവൻ ഇത്തരം ആരുടെയെങ്കിലും പ്രേരണയിലാണോ, അല്ലെങ്കിൽ തനിക്ക് ഒരു അമിതമായ ഉത്കണ്ഠ തൻ്റെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്ന്? തീർച്ചയായിട്ടും സതീശന് അതിന് അർഹതയുണ്ട്. സതീശൻ്റെ അപകർഷതാബോധത്തിനും വൈരാഗ്യബുദ്ധിക്കും പകയ്ക്കും ഒരടിസ്ഥാനമുണ്ട്, യുക്തിപരമായ അടിസ്ഥാനമുണ്ട്, വസ്തുതാപരമായ അടിസ്ഥാനമുണ്ട്. എന്തുകൊണ്ടാണ്
വി.ഡി. സതീശനെ, എറണാകുളം ജില്ലക്കാരനായ വി.ഡി. സതീശനെ മാറ്റി നിർത്തി തന്നേക്കാൾ പ്രഗത്ഭനൊരുത്തൻ അവിടെ മന്ത്രിസ്ഥാനത്തേക്ക് വരരുത് എന്നുള്ള നിർബന്ധം കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിനെ മുച്ചൂട് മുടിച്ച ആ വാക്കാണ് നല്ലത് ശിവകുമാറിനെ മന്ത്രിസഭയിലേക്ക് എടുക്കാനാണ് രമേശ് ചെന്നിത്തല തയ്യാറായത്, അല്ലെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് തയ്യാറായി. എന്തേ കാര്യം? കാരണം ഇത് തന്നെ, രമേശിനേക്കാൾ പ്രഗത്ഭനായ മറ്റൊരാൾ, അത് വി.ഡി. സതീശൻ നേതൃത്വത്തിലേക്ക് വരുന്നത്, ആ ഗ്രൂപ്പിലേക്ക് വരുന്നത്, ഗ്രൂപ്പിൻ്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് വരുന്നതിന് രമേശ് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴും ആ തർക്കം തുടരുകയാണ്, ഇവർ തമ്മിലുള്ള തർക്കം തുടരുകയാണ്. എന്നിട്ടാണ് ഇതെല്ലാം കൂടെ പാവം തരൂരിൻ്റെ പടലേക്ക്. തരൂരിവിടെ ഗ്രൂപ്പ് ബിസിനസ്സിന് വന്നോ? ഏതെങ്കിലും സീറ്റ് കിട്ടാത്തതിനെ പറ്റി അഭിപ്രായ വ്യത്യാസമായിട്ട് തരൂർ വന്നിട്ടുണ്ടോ? ഇവരുടെ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടോ? എന്നെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടോ? ഹസനൊക്കെ കായംകുളത്തൊക്കെ മത്സരിച്ചല്ലേ, എന്താ സംഭവിച്ചത്? ആലോചിച്ച് നോക്ക്. ശിവകുമാറിന് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എങ്ങനെയാണ്? കോൺഗ്രസ് ഉണ്ടോ അവിടെ? തരൂരെന്ന് ശിവകുമാറൊന്ന് തപ്പി നോക്ക്, എവിടെ പോയി കോൺഗ്രസ്? അവിടെ ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ, തമ്പാൻ രവി, പാലോട് രവി, ഇങ്ങനെ ഒത്തിരി പേര് നേതാക്കന്മാരുടെ ഏറ്റവും അടുത്തവർ, രമേശ് ചെന്നിത്തല എന്നാലും ഉമ്മൻചാണ്ടി എന്നാലും സ്വീകരിക്കാൻ ഓടി നടന്നവരുണ്ട്. ഈ കാഴ്ചപ്പാടിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പുറത്തു കിടക്കുകയോ അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടോടെ സംഘടനാ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെ ചവിട്ടി പുറത്താക്കാൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ തയ്യാറാവുകയോ ചെയ്യുന്നത് വരെ ഈ സംഘടന രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. തൽക്കാലം ഇത്രമാത്രം.